അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവ് അങ്ങനെ പറയുക, മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുകയില്ല എന്ന്. കാരണം എന്താണെന്നറിയുമോ, അത്രമാത്രം നമ്മൾ ക്ഷമിക്കേണ്ടതിന്റെ പ്രാധാന്യം അത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചില്ല എങ്കിൽ എന്താ സംഭവിക്കണം അറിയാമോ, യഥാർത്ഥ അനുതാപം നമുക്ക് ലഭിക്കുകയില്ല. ഇന്ന് അനേകർ ഉപസാരക്കൂട്ടിലേക്ക് പോയിട്ട് ഒരു അലക്ഷ്യമായിട്ട് ഒരു ക്ഷമയുടെ അനുഭവം കിട്ടാതെ, ഒരു ഫ്രീഡം കിട്ടാതെ, ഒരു സ്വാതന്ത്ര്യം ലഭിക്കാതെ അതുപോലെ തന്നെ തിരിച്ചു പോകുന്നതിന് കാരണം എന്താ? ഈ വ്യക്തിക്ക് യഥാർത്ഥ അനുതാപം ഉണ്ടായിട്ടല്ല ഉപസാരിച്ചിരിക്കുന്നത്. അപ്പൊ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ഉണ്ടായിരിക്കെ ഒരു വ്യക്തി അത് ക്ഷമിക്കാതെയാണ് ഉപസാരക്കൂട്ടിലേക്ക് പോകുന്നതെങ്കിൽ അത് യഥാർത്ഥ അനുതാപത്തോടു കൂടി അല്ല പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അത് ക്ഷമിച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയേ, അപ്പോൾ യഥാർത്ഥ അനുതാപത്തോടു കൂടി നമുക്ക് ഉപസാരിക്കാൻ സാധിക്കും. അപ്പൊ ക്ഷമിച്ചില്ല എങ്കിൽ നമുക്ക് യഥാർത്ഥ അനുതാപം ഉണ്ടാകത്തില്ല. യഥാർത്ഥ അനുതാപം ഉണ്ടായില്ലെങ്കിൽ എന്താ കുഴപ്പം? നല്ലൊരു ഉപസാരം നടത്താൻ പറ്റില്ല, പാപക്ഷമ സ്വീകരിക്കാൻ പറ്റില്ല. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചില്ലെങ്കിൽ ഈ ക്ഷമ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഈശോ നമ്മളോട് ക്ഷമിക്കുന്നു, പക്ഷേ ആ ക്ഷമ നമുക്ക് സ്വീകരിച്ച് അത് അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഉപസാരക്കൂട്ടിൽ മുട്ടുകുത്തി പാപങ്ങളൊക്കെ എന്ന് പറഞ്ഞു ഈശോ നമ്മളോട് ക്ഷമിച്ചു. പക്ഷെ ഈ ക്ഷമ നമ്മൾ സ്വീകരിക്കണ്ടേ? ഈ ക്ഷമ നമ്മൾ സ്വീകരിച്ച് അത് ഒരു അനുഭവിച്ച് ആ ഒരു ഫ്രീഡം അനുഭവിച്ചുകൊണ്ട് കുമ്പസാരക്കൂട്ടിൽ നിന്ന് ആഹ്ലാദത്തോടെ നമുക്ക് വരാൻ സാധിക്കാത്തതിന് കാരണം ഇതാ, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ചിട്ടില്ല. ഉള്ളിന്റെ വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല, വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥ അനുതാപം ഉണ്ടാകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈശോ തന്ന പാപക്ഷമ യഥാവിധി സ്വീകരിച്ച് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല, ഫ്രീഡം കിട്ടുന്നില്ല, ഒരു ക്രൈസ്തവ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നില്ല. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ വചനം പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചില്ല എങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കില്ല എന്ന് പറയേണ്ട കാരണം അത്ര പ്രാധാന്യമുണ്ട്. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാ.